കൊച്ചു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാതെ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു വിഷയം. അതായത് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്ന് തീരുമാനിക്കേണ്ട അവകാശം നമുക്ക് മാത്രമുണ്ട്. അപ്പോൾ അത് നമ്മളെ മദ്യപാനത്തിലൂടെയും മറ്റൊരു തെറ്റായ വഴികളിലൂടെയും പോവുകയാണെങ്കിൽ ആ ജീവിതം എങ്ങനെ വന്ന് അവസാനിക്കും എന്നാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഓരോ ജീവിതവും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓരോ ജീവിതത്തിൽ. അപ്പോൾ അത് കുടുംബത്തിലായാലും ഭാര്യ, ഭർത്താക്കാരും, മക്കൾ ഇവരെല്ലാം അടങ്ങുന്ന കുടുംബത്തിലുണ്ടാകേണ്ട ചില കാര്യങ്ങൾ എടുത്തു കാണിക്കാനായിട്ട് ഈ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കഥയിൽ ചെറിയൊരു കഥയുണ്ട്. അധികം സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ 3-4 പേര് ഇതിനകത്ത് വളരെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ബാബു ആയിട്ട് അഭിനയിച്ച നല്ല അഭിനയമായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു തമിഴിനായിട്ട് വന്ന അവരെ കാണുമ്പോൾ തന്നെ അറിയാം പ്രൗഢായിരുന്നു. പക്ഷെ ആ പുള്ളി അഭിനയിക്കുകയല്ലായിരുന്നു, ശരിക്കും പറയുന്ന ആ കഥാപാത്രത്തെ ജീവിക്കുകയായിരുന്നു. അത്ര നന്നായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും കഥാപാത്രമായിട്ട് ജീവിക്കാനായിട്ട് ആ നടന് കഴിഞ്ഞു. നായികയായിട്ട് അഭിനയിച്ച അമ്മയും മോളും എന്താ പറയാന്ന് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തീർച്ചയായും ഭാര്യമാർക്ക് കൊടുക്കേണ്ട അംഗീകാരങ്ങളും കൊടുക്കേണ്ട പരിഗണനയും നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുക തന്നെ വേണം എന്ന് പാട്ടായ കഥ എന്ന് പറയുന്ന സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മൾ പലരും ഓടി മാറാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഖങ്ങൾ തേടി പോകാറുണ്ട്. പക്ഷേ ഈ സുഖങ്ങൾ തേടി പോകുമ്പോൾ നമ്മൾ അറിയാത്ത കുറേ നഷ്ടങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ സെയിം സംഭവം എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്ത്, ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്ത് നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, അന്യ സംസ്ഥാന തൊഴിലാളി, ആ വാക്ക് പറയാൻ പാടില്ലല്ലോ, അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റു പലർക്കും നമ്മൾ ജോലിക്ക് ആൾക്കാരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളുടേതായ ലൈനിൽ പോകുമ്പോൾ ഈ വരുന്ന തൊഴിലാളികൾ അവരെല്ലാം നല്ലവരാണ്, ആരും മോശക്കാരൊന്നുമല്ല. പക്ഷേ ജീവിതം വിട്ടു പോകുന്ന ഒരവസ്ഥ. ഇപ്പോൾ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ഇതിപ്പോൾ ഞാൻ എന്താ ഒരു ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ എന്ത് വാക്ക് എൻ്റെ നാക്കിൽ നിന്ന് വീണാലും കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് പാട്ടായ കഥ. ഞാൻ ഓരോ സമയങ്ങളിലും അത് ശ്രദ്ധിക്കുകയുള്ളൂ. പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, നമ്മളെല്ലാവരും തന്നെ ഒരു പിടുത്തത്തിലാണ് പോകുന്നത്. ഒരു പിടുത്തം. ഈ പിടുത്തം പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്നത് നമ്മൾ ലഹരിയുടെ അടിമയാകുമ്പോഴാണ് നമ്മൾ പിടുത്തം വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരു പിടുത്തം വിട്ടുപോകുന്നൊരു സ്റ്റേജുണ്ട്. ഈ പിടുത്തം വിട്ടുപോയി കഴിയുമ്പം സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, പെൺകുട്ടിയാവട്ടെ, ആൺകുട്ടിയാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, സഹോദരങ്ങളാവട്ടെ, അവരെന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വെഞ്ഞാറമൂട്ടിൽ കണ്ടത്, ചില മക്കൾ ഹോക്കി സ്റ്റിക്ക് എടുത്തും മറ്റ് ബാറ്റ് എടുത്തും സ്വന്തം അമ്മയുടെയും സ്വന്തം അച്ഛൻ്റെയും സ്വന്തം സഹോദരങ്ങളുടെയൊക്കെ തലമുണ്ട അടിച്ചു കൊടുക്കും. നമുക്കൊരു പിടുത്തമുണ്ട്. അപ്പോൾ ഈ ഒരു പിടുത്തത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പിടുത്തം വിട്ടുപോയാൽ നമ്മുടെ നാക്കിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടാകുന്ന പിടുത്തം വിട്ടു. സോ ഇതൊരു അക്കാഡമി ഇതൊരു കൊമേഴ്സ്യൽ ഫിലിമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് മൂല്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമി ഫിലിം, ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് ഫിലിമാണ്. ഡയറക്ടേഴ്സ് ഫിലിം എന്ന് പറയാം. ഡയറക്ടറിൻ്റെ തലയിലൂടെ പോയ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ പല പല കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും പല പല കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നല്ല അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള നിലയിൽ നിൽക്കുന്ന ഒരു നല്ല ചെറിയ പടം. ഒരുപാട് മെസ്സേജുകളുണ്ട്. കുറേ ഏരിയകൾ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തില്ല എന്ന് വരും. പക്ഷേ എന്നാലും ലാസ്റ്റ് ക്ലൈമാക്സ് ഞെട്ടിച്ച്. അതുപോലെ തന്നെ ക്യാമറ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എൻ്റെ വായിൽ നിന്ന് വീട് എൻ്റെ പിടുത്തം പിടിക്കരുത്, അതാണ് അവരുടെ. എൻ്റെ പിടുത്തം വിട്ടുപോയാൽ പിന്നെ നമ്മൾ തമ്മിൽ അടിയാവും എന്നല്ല, സോഷ്യൽ മീഡിയയിൽ അടിയാവും. എന്നാൽ കുട്ടിയായാലും ശരി, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ് അതിൻ്റെ ക്യാരക്ടർ അവരുടെ ഭാവി ശോഭനമായിരുന്നു. അതേപോലെ തന്നെ ഡയറക്ടറുടെ നല്ലൊരു കഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിലെ കുടുംബത്തുകളെ വേണ്ടവണ്ണം ഇത് വളരെ സിമ്പിളായിട്ട് തുറന്നു കാട്ടിയിട്ടുണ്ട്. ഡയറക്ടർക്ക് ക്രെഡിറ്റ് കൊടുക്കണം. എസ്പെഷ്യലി ക്യാമറാമാൻ ഉണ്ടല്ലോ, നല്ല ക്യാമറമാൻ, മറ്റേ ഹെലികോപ്റ്റർ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ സിനിമ പിടിക്കാൻ പോകുന്നവർക്ക് വലിയൊരു സപ്പോർട്ടാണ് ഈ സിനിമ ഉള്ളത്. കുറഞ്ഞ ബഡ്ജറ്റിൽ
നല്ലൊരു സിനിമ പിടിക്കാൻ സാധാരണ എല്ലാവരും നമ്മളൊക്കെ സിനിമാ പ്രേമികളാണല്ലോ, എല്ലാവരും അതല്ലോ. അത് ഉണ്ടാക്കാൻ അതിന് വലിയൊരു കാര്യമായിട്ട് കാതലായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ പടം കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ വലിയ വിജയമായിരിക്കും. മാത്രമല്ല എക്സ്പെൻഡിച്ചർ കാര്യം ബഡ്ജറ്റ് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ്. വളരെ കുറച്ച് ബഡ്ജറ്റിൽ, അതായത് അധികം നമ്മുടെ ലൊക്കേഷനൊക്കെ അധികം വേണ്ടി വരില്ല, കുറഞ്ഞ ലൊക്കേഷനിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചതിയും വഞ്ചനയും ജീവിതത്തിന് ഭാഗമാണ് എന്ന് വിളിച്ചോതുന്ന ഒരു കഥ ഇതിൽ വളരെ സിമ്പിളായിട്ട് സസ്പെൻസ് അവസാനം പൊട്ടിച്ചിട്ട് സസ്പെൻസ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കഥയുടെയും തിരക്കഥയുടെയും പ്രധാനപ്പെട്ട ഭാഗം തന്നെ സസ്പെൻസ് ടെമ്പോ അത് കീപ്പപ്പ് ചെയ്യാം. അത് ചെയ്തിട്ടുണ്ട്. ഐ വിഷ് പടം അഭിനയിച്ചത് നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഞാൻ കോമഡി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ടീമിൽ ചിരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഇത് ഐറ്റം വരാമെന്ന് പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു പുള്ളിയുള്ള കഥാപാത്രം സിനിമയിൽ കിട്ടിയത് ഒരുപാട് സന്തോഷം. കുട്ടികളൊക്കെ ആയാലും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നല്ലൊരു ത്രെഡുമായിരുന്നു. ഇനി ഇതിലേക്ക് നിൽക്കുന്നത് ശർമാളിലാണ്. കണ്ണൂർ പറഞ്ഞ ശർമാളിലാണ് എന്നെ അന്വേഷണ ഡയറക്ടറിനോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷമാണ് അതിനോട് ഞാൻ സംസാരിക്കുന്നത്. നല്ലൊരു ടീമാണ്. എല്ലാവരും സിനിമ കാണണം. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. താങ്ക് യു. അല്ല, ഇതെൻ്റെ 5ാമത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവി സ്വപ്നങ്ങൾ കൊടുക്കുന്ന കാട് സ്വപ്നങ്ങളുടെ സംവിധാനത്തിൻ്റെതാണ്. അലോകും ഞാനായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. പിന്നെ സെക്കൻഡ് മൂവി ഇഷ്ടമെന്നോ തളിർമറ്റ ദിനങ്ങളാണ് ഇതിൻ്റെ സെക്കൻഡ് മൂവിയായിരുന്നു. അത് നായികയുടെ കൂട്ടുകാരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഞ്ചക്കള്ള കൊല്ലാൻ അതിലെ മണികണ്ഠൻ രാജായി എന്നുള്ള റോളായിട്ടായിരുന്നു. പിന്നെ 9 months കുഞ്ഞോട്ടെ അതിൽ നായികയുടെ കൂട്ടുകാരൻ നമ്മളായിരുന്നു നമുക്കൊരു നായിക. 11 റിലീസാണ് ജൂലൈ. എല്ലാവരും കാണണം, അനുഭവിക്കണം, സന്തോഷമായി കടം പണ്ടൊക്കെ പറയുക. ഇതിൽ നല്ല ഒരു സബ്ജക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ വളരെ നല്ലൊരു മെസ്സേജ്, എല്ലായ്പ്പോഴും പ്രസക്തമായിട്ടുള്ളൊരു മെസ്സേജാണ്. കുടുംബ പ്രേക്ഷകർക്ക് എപ്പോഴും സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു മെസ്സേജാണ് ഇതിൻ്റെ. ഇതിൻ്റെ പ്രത്യേകത ഈ സിനിമയുടെ കഥയാണ് ഇതിൻ്റെ സൂപ്പർസ്റ്റാർ. പിന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ മീഡിയാസിൻ്റെ ഒക്കെ സാധാരണ ഉണ്ടാവണം. അങ്ങനെ ഇത് ഒരു വലിയ വിജയമാക്കി മാറ്റണം. ഇതിലഭിനയിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മൾ ഒതുങ്ങിയിരിക്കുന്നത്. നല്ല സംഗീത സംവിധാനം, നല്ല ഡയറക്ഷൻ, അങ്ങനെ എല്ലാ മേഖലയിലും ഒരു പ്രൊഫഷണലായിട്ട് എല്ലാം ചെയ്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടുണ്ടാവും. ചിത്രമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട ചിത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു പുതിയൊരാൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് വരുമ്പോഴും അത് ശ്രദ്ധിക്കണം, അവരെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാനും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുമായിട്ട് പോകുന്ന ഇന്നത്തെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിൽ ഹീറോയിട്ട് ചെയ്ത് നമ്മുടെ അനുകുമാരേട്ടൻ, അതുപോലെ തന്നെ വടിവേലണ്ണൻ, അനഘമോൾ, പിന്നെ പടത്തിൽ ഡയറക്ടർ അനീഷേട്ടൻ, ബൈജു സാറ്. ആ പടത്തിൽ ഞാനൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കൊച്ചു വേഷം ചെയ്തു. ഈ പടത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. പടം നല്ല പടമാണ്. എല്ലാ പ്രേക്ഷകരും വന്ന് തിയേറ്ററിൽ വന്ന് കാണാം. പടത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് പടം നല്ല പടമാണ്. എല്ലാവരും ഫാമിലിയോട് തിയേറ്ററിൽ വന്ന് കാണാം. പാട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. താങ്കളുടെ സ്ഥലം പാലക്കാടാണല്ലോ. അതെ അതെ. ഒരു പാലക്കാട് ടച്ചുള്ള ഒരു പടം. അപ്പോൾ എത്രമാത്രം ഭാഷ കറക്റ്റായിട്ട് ഇതിൽ സിനിമയിൽ വളരെ വിപുലമായിട്ട് ഭാഷകൾ ഞങ്ങൾ ഓൾറെഡി വന്ന് പാലക്കാട് ഞങ്ങളോട് വന്ന് സംസാരിച്ചു. അതുപോലെ പാലക്കാടിൻ്റെ കുറേ ആളുകളോട് വന്നിട്ട് ഈ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കി തന്നെയാണ് അനീഷ് സാർ സ്ക്രിപ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതിയത്. ഈ പടത്തിലും അതുപോലെ തന്നെ നമ്മൾ ആ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ സാധാരണ ഞങ്ങൾ സംസാരിക്കുന്ന പാലക്കാട് സ്ലാങ് തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം ഈ പടം നടന്നുകൊണ്ട് പാലക്കാട് ടൗൺ ഭാഗത്തും കൊടുമ്പ് ഭാഗത്തുമാണ്. ഈ കൊടുമ്പ് പാലക്കാട് എന്ന് പറയുന്നത് നല്ല പാലക്കാട് സ്ലാങ് ഉള്ളതാണ്. അത് തന്നെയാണ് ഈ പടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്.
വളരെ മനോഹരമായി പാലക്കാട് പടം നല്ല പടം, എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും ഒരു തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. മെസ്സേജുള്ള പടമല്ലേ? മെസ്സേജുള്ള പടമാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ അത് കണ്ട് വിജയിപ്പിക്കാൻ പറ്റും. അഭിനയിച്ചവരെല്ലാവരും അടിപൊളിയാണ്. നായകനാണെങ്കിലും ഹീറോ ആണെങ്കിലും ഹീറോയിനാണെങ്കിലും ബാക്കിയുള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു. പാട്ടുകൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തീർച്ചയായും നമ്മൾ കാണുന്നത് തന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ ഇത്തരം സബ്ജക്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അത് കൂടുതൽ അതിനോട് നിങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റും. നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നൊരു നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ടത് അതിൽ അഭിനയിച്ചിട്ടുള്ളവരാണ്. അത് ഭയങ്കരമായിട്ട് റിയലായിട്ടുള്ളൊരു അഭിനയമാണ്. അതിൽ നായകനും മറ്റുള്ളവരൊക്കെ ആ തമിഴിനായിട്ട് അഭിനയിച്ച നമ്മുടെ വടിവേൽ ഹിന്ദിയുടെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു സന്ദേശം നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നല്ലൊരു പടമായിരിക്കും. തീർച്ചയായിട്ടും വിജയത്തിലെത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു. പാട്ടായകഥ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ശരിക്കും പാട്ടായകഥ എന്താണ് ഈ പേരിട്ടിരിക്കുന്നതെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും മനസ്സിലായത്. ഇത് നമ്മൾ നിരന്തരം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന പാട്ടായകഥയാണ്. കേൾക്കുന്ന പത്രത്തിലൂടെ വരുന്നതിനുള്ളത് നാട്ടുകാരായിരിക്കും പറയുന്ന ഇത്തരം കഥകൾ കൊട്ടി ആഘോഷിക്കുന്നത്. അതാണ് ആ ചിത്രത്തിൻ്റെ കണ്ടൻറ്റ്. ഇത് ഒരു ചാനലോ പത്രങ്ങളിലോ വരുന്നതിന് മുമ്പ് ഇത്തരം ന്യൂസുകൾ പെട്ടെന്ന് സ്പ്രെഡാവുന്നുണ്ട്. നമ്മുടെ തൊട്ടയൽപക്കത്ത് കേരളത്തിലുടനീളം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അതിന് വേറൊന്നുമല്ല, ഭാര്യ ഒരാളുടെ ഒളിച്ചോടിപ്പോയി, വലിയ മക്കളുള്ള ഭാര്യ ഒളിച്ചോടിപ്പോയി, ഭർത്താവിൻ്റെ എന്തെങ്കിലും പ്രശ്നം മൂലമായിരിക്കും, മദ്യപാനം മൂലമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഇന്ത്യൻ കാര്യങ്ങൾ കാണും അതിനകത്ത്. പക്ഷേ ഈ ഒരു സംഭവങ്ങൾ നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, ഇത്രയും പ്രായമുള്ളവരുള്ള എന്തിനാണ് ആ ചെറുപ്പക്കാരനോട് പോയി ചോദിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെർഷൻസാണ് ഇവിടെ ഈ ഡയറക്ടർ AGS എന്ന സമുദായം കാണിച്ചിരിക്കുന്നത്. നല്ല ക്യാമറ വർക്കും പാലക്കാട് നിന്നുള്ള കുടുംബം തന്നെ അവരുടെ ഷൂട്ട് നടന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ടാഗ്ലൈനിൽ തന്നെ പറയുന്നുണ്ട് നടന്നൊരു കഥ. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ചിത്രം. അഭിനയിച്ചിരിക്കുന്ന മനു കുമ്പാരി നായകൻ, അതുപോലെ ക്രിസ്റ്റ, അവർ ഏഷ്യാനിലെ ഒരുപാട് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തുള്ള നായികയുടെ കുട്ടി അനുഗ്രഹ. ഏറ്റവും ഉപരി ആ തമിഴിനായിട്ട് അഭിനയിച്ചാണ് BFN. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ മെയ് വഴക്കത്തോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു വേലക്കാരൻ്റെ വേഷം. അപ്പോൾ അത്തരം കുറച്ച് കഥാപാത്രങ്ങളെ നിർത്തി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ്. നല്ല പാട്ടുകളും കുഴപ്പമില്ല. പ്രത്യേകിച്ച് അതിൻ്റെ